നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടെടുപ്പ് അവസാനിക്കുന്ന ദിവസം വൈകുന്നേരം തന്നെ എല്ലാ ന്യൂസ് ചാനലുകളിലും എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങാറുണ്ട്. ചില ഏജൻസികളുടെ പ്രവചനങ്ങൾ വളരെ കൃത്യമായും മറ്റു ചില ഏജൻസികളുടേത് വൻ പരാജയമായും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ വലിയ അത്ഭുതമാണോ, അതല്ലെങ്കിൽ അതൊരു വെറും തട്ടിപ്പാണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ സംശയിക്കാറുമുണ്ട്. വെറും 1000-ഓ 2000-ഓ ആളുകളോട് ചോദിച്ചാൽ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലിരിപ്പ് അറിയാൻ കഴിയുന്നത്? നമ്മൾ സംസാരിക്കുന്നത് ഇതിന് പിന്നിലെ കണക്കിനെ കുറിച്ചാണ്. ഇതുമായി മനസ്സിലാക്കാൻ നമുക്കൊരു രസകരമായ ഉദാഹരണം നോക്കാം. ഒരു വലിയ ഭരണി നിറയെ മിഠായികളുണ്ടെന്ന് കരുതുക. ഇതിൽ നിന്ന് ചുവപ്പ് മിഠായികൾ എത്ര ഈ വലിയ ഭരണികളിലുണ്ട് എന്ന് കണ്ടുപിടിക്കണം. എല്ലാം എണ്ണി നോക്കി കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. ആ വലിയ ഭരണി നന്നായി ഒന്ന് കുലുക്കുക. ഭരണിയുടെ ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ പ്രത്യേക നിറത്തിലുള്ള മിഠായികൾ മാത്രമായി കൂടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുലുക്കുന്നത്. കുലുക്കിയതിന് ശേഷം 3 ചെറിയ ഭരണികളിലേക്ക് മിഠായികൾ കുറച്ച് വീതം മാറ്റുക. ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റിയ മിഠായികളെ നമ്മൾ സാമ്പിളുകൾ എന്നാണ് വിളിക്കുക. കുലുക്കി മറിച്ച് അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വിളിക്കുന്ന പേരാണ് റാൻഡം സാമ്പിളിംഗ്. ഈ ചെറിയ ഭരണികളിലുള്ളതാണ് നമ്മുടെ സാമ്പിൾ. വലിയ ഭരണിയിലെ എണ്ണ കൂടുതൽ കൊണ്ട് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു നിറത്തിലുള്ളത് മാത്രം എണ്ണിത്തിട്ടപ്പെടുത്തൽ പ്രായോഗികമല്ലെങ്കിലും ഈ ചെറിയ ഭരണികളിലെ മിഠായികൾ എണ്ണാൻ എളുപ്പമാണ്. അപ്പോൾ 3 ഭരണികളിലെയും നമ്മൾ എണ്ണിയതിന് ശേഷം 3 ഭരണികളിലെയും ചുവപ്പ് മിഠായികളുടെ എണ്ണം നമ്മൾ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോന്നിലും ഉള്ള ചുവപ്പ് മിഠായികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ശതമാനം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭരണിയിൽ നമ്മൾക്കൊരു 42%, രണ്ടാമത്തെ ഭരണിയിൽ ഒരു 40%, മൂന്നാമത്തേതിൽ ഒരു 44%ആണെന്ന് കരുതുക. എന്ന് വെച്ചാൽ ഈ 3 സാമ്പിളുകളിലും ഉള്ള ചുവന്ന മിഠായികളുടെ ശരാശരി അളവ് എന്ന് പറയുന്നത് 42% എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ സാമ്പിൾ മീൻ എന്ന് പറയാം. പേര് കേട്ട് പേടിക്കേണ്ട. ഈ സാമ്പിളുകളുടെയൊക്കെ ശരാശരി, സാമ്പിളുകളിലൊക്കെയുള്ള ചുവന്ന മിഠായികളുടെ ശരാശരി. അതിൽ ആദ്യത്തേതിൽ 42%, മറ്റേതിൽ 44%, ഒന്നിൽ 40%. അപ്പോൾ 3 കൂടെ കൂട്ടി അതിനെ 3 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി കിട്ടുമല്ലോ. ആ ശരാശരി 42% ആയിരിക്കും ആണ്. ഇനിയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ആ മാജിക് നിയമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സെൻട്രൽ ലിമിറ്റ് തിയറം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈ നിയമം പറയുന്നത്? നമ്മൾ എടുത്ത സാമ്പിൾ, എത്രത്തോളം സാമ്പിളുകൾ എടുത്തോ അതിൻ്റെ ശരാശരി എത്രയാണോ ഏകദേശം അതിന് തുല്യമായിരിക്കും ആ വലിയ ഭരണിയിലുള്ള ചുവന്ന മിഠായികളുടെ എണ്ണം, അല്ലെങ്കിൽ നീല പച്ചയോ നിങ്ങൾ ഏതാ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണം. അത്ഭുതമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇത് വളരെ പോപ്പുലറായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു നിയമമാണ്, തെളിയിക്കപ്പെട്ട ഒരു നിയമമാണ്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആർക്കൊക്കെ വോട്ട് ചെയ്തു, എത്രത്തോളം പാർട്ടികൾക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അതിന് ആ വലിയ ഭരണിയെ നിങ്ങളൊരു നിയോജക മണ്ഡലമായിട്ട് കാണുക. മിഠായികളെ വോട്ടർമാരായും ആ മിഠായികളുടെ നിറങ്ങളെ രാഷ്ട്രീയ പാർട്ടികളായും കാണുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ മിഠായി വലിയ ഭരണിയിൽ നിന്ന് മാറ്റിയതുപോലെ ആളുകളോട് സാമ്പിളുകൾ എടുത്ത് അവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കും. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഭരണിയിലിട്ട് ഉള്ള മിഠായികളെടുത്ത് കുലുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മനുഷ്യരങ്ങനെയല്ലല്ലോ. ഇനി കുലുക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പ്രവചനം തെറ്റുകയും ചെയ്യും. മനുഷ്യർക്ക് ജാതി, മതം, പ്രായം, സാമ്പത്തിക പശ്ചാത്തലം തുടങ്ങി അവരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന 100 കൂട്ടം ഘടകങ്ങളുണ്ട്. നാനാവിധത്തിലുള്ള ജനങ്ങളെ ഒരു ഭരണിയിലിട്ട് കുലുക്കുക എന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഓരോ വിഭാഗത്തിലും ഉള്ള ആളുകളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സാമ്പിളുകൾ എടുക്കും. എന്ന് വെച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ 50% സ്ത്രീകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50% സ്ത്രീകൾ തന്നെയായിരിക്കണം സാമ്പിളിലുള്ളത്. അതുപോലെ ഒരു 10% ദളിത് വോട്ടർമാരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെടുത്ത സാമ്പിളിലും ഒരു 10% ദളിത് വോട്ടർമാരുണ്ടായിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും വളരെ കൃത്യമായി എടുത്തതിന് ശേഷം, അങ്ങനെ സാമ്പിളിംഗ് വളരെ കൃത്യമായി എടുത്തതിന് ശേഷം മാത്രം
നമ്മൾ മീൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഏകദേശം കൃത്യമായി തന്നെ വരും. അതായത് വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഇത്തരം ഘടകങ്ങളെ അടിസ്ഥാനമാക്കി പല ഗ്രൂപ്പുകളായി ആളുകളോട് അഭിപ്രായം ചോദിക്കുക. എന്നിട്ട് ആ ഡാറ്റ നേരത്തെ പറഞ്ഞ കുഞ്ഞു ഭരണികളിലേക്ക് മിഠായികൾ ശേഖരിക്കുന്നത് പോലെ അങ്ങനെ പല ഗ്രൂപ്പുകളിലായി ശേഖരിച്ച സാമ്പിളുകളിൽ ഓരോ ഗ്രൂപ്പിലും ഓരോ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം നോക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ ശരാശരി കണ്ടുപിടിക്കുക. ഓരോന്നിൻ്റെയും ശരാശരി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ചുവപ്പിൻ്റെ ആണ് ചുവപ്പിൻ്റെ ശരാശരി, പച്ചയുടെ ആണ് പച്ചയുടെ ശരാശരി, നീലയുടെ ആണ് നീലയുടെ ശരാശരി. അത് പാർട്ടികളായിട്ട് കണക്കാക്കിക്കോളൂ. അപ്പം അങ്ങനെ കണ്ടുപിടിക്കലാണ് ഈ എക്സിറ്റ് പോളുകൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ആ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള മുഴുവൻ വോട്ടർമാരിൽ നിന്നും എത്ര ആളുകൾ ഓരോ പാർട്ടിക്കും വോട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് കൃത്യമാവാനാണ് സാധ്യത. കൃത്യമാവും, ഇത് ശാസ്ത്രമാണ്, കൃത്യമാകും. പക്ഷേ പിന്നെ എങ്ങനെയാണ് ചിലപ്പോഴൊക്കെ എക്സിറ്റ് പോളുകൾ 8 നിലയിൽ പൊട്ടുന്നത്? അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ ചില കാരണങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറേ നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ കാരണങ്ങളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഓരോ കാരണങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നമസ്കാരം.